നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജന്മാഷ്ടമി അഥവാ ശ്രീകൃഷ്ണ ജയന്തി ദിവസം വീട്ടിൽ വളരെ ലളിതമായി എങ്ങനെയാണ് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടതെന്നും അന്നേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും ഒഴിവാക്കേണ്ട തെറ്റുകൾ എന്തെല്ലാമാണെന്നും അതുപോലെ തന്നെ വ്രതം അനുഷ്ഠിക്കുന്നതിൻ്റെ പ്രാധാന്യവും വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്നും കുടുംബത്തിൽ സർവ്വൈശ്വര്യങ്ങളും വന്നു ചേരുവാൻ ജന്മാഷ്ടമി ദിവസം വീട്ടിൽ കൊണ്ടുവരേണ്ട വസ്തുക്കൾ എന്തെല്ലാമാണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. ഇനി നമ്മുടെ ചാനലിൽ മെമ്പേഴ്സ് ആകുവാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മെമ്പേഴ്സ് ആകാവുന്നതാണ്. ചാനൽ മെമ്പേഴ്സിന് മാത്രമായി നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആദ്യം തന്നെ ഇത്തവണ കൃഷ്ണ ജന്മാഷ്ടമി അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത് ഏത് ദിവസമാണെന്ന് നോക്കാം. സാധാരണയായി ഭാരതം എമ്പാടും ഭഗവാന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് ചാന്ദ്രമാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കലണ്ടറിലെ തിഥി നോക്കിയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചത് ഭാദ്രപദ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി ദിവസത്തിലാണ്. ഈ ദിവസമാണ് ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണിയായി കേരളത്തിൽ ആഘോഷിക്കുന്നത്. കാരണം കേരളത്തിൽ സൂര്യ പഞ്ചാംഗം അനുസരിച്ചാണ് നമ്മൾ വിശേഷ ദിവസങ്ങൾ ആഘോഷിക്കാറ്. മാത്രമല്ല മലയാള മാസമായ ചിങ്ങമാസത്തിലെ അഷ്ടമി തിഥിയും രോഹിണി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസമാണ് ഭഗവാൻ ജനിച്ചത്. അതുകൊണ്ട് കേരളത്തിൽ അഷ്ടമി രോഹിണി ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് 16 തീയതി ശനിയാഴ്ചയാണ്. ആദ്യം തന്നെ ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയുടെ പ്രാധാന്യം എന്താണെന്നും ഈ ദിവസം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും പൂജ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും നോക്കാം. ആദ്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാ വർഷവും ഭാദ്രപദ മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന അഷ്ടമി തിഥിയിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്നത്. ജന്മാഷ്ടമി എന്നത് എല്ലാ ആഘോഷങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ്. പത്മപുരാണം അനുസരിച്ച് ഈ ദിവസം സാക്ഷാൽ ഭഗവാൻ വിഷ്ണുവിന്റെ ശ്രീകൃഷ്ണ അവതാരത്തിനായി സമർപ്പിക്കപ്പെട്ട ദിവസമാണ്. ഈ പുണ്യ ദിവസം വ്രതം അനുഷ്ഠിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ സകലവിധ ദോഷങ്ങളും ഇല്ലാതായി ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ നിറയുന്നതാണ്. വർഷത്തിൽ ഈ ഒരു ദിവസം മാത്രം വ്രതം അനുഷ്ഠിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ ജീവിതത്തിൽ സകലവിധ സുഖഭോഗങ്ങളും വന്നു ചേരുന്നതാണ്. മാത്രമല്ല 84 ലക്ഷം യോനികളിൽ അലയാതെ നേരിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പരമധാമമായ ഗോലോകത്തിൽ എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കുന്നതുമാണ്. ജന്മാഷ്ടമി ദിവസം ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ സകല പാപങ്ങളും ഇല്ലാതായി പുണ്യഫലങ്ങൾ വന്നു ചേരുന്നതാണ്. പഞ്ചാംഗം അനുസരിച്ച് അഷ്ടമി തിഥി 2025 ഓഗസ്റ്റ് 15 തീയതി രാത്രി 11:49 ആരംഭിച്ച് ഓഗസ്റ്റ് 16 തീയതി രാത്രി 9:34 അവസാനിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ അഷ്ടമി തിഥിയിലെ മധ്യരാത്രിയിലാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 16 തീയതിയാണ് ജന്മാഷ്ടമി ആഘോഷിക്കുന്നത്. ഇനി ജന്മാഷ്ടമി ദിവസം പൂജ ചെയ്യുവാൻ ആഗ്രഹമുള്ളവർക്ക് അതിനുള്ള ശുഭമുഹൂർത്തം ഓഗസ്റ്റ് 16 തീയതി രാത്രി 12:04 മുതൽ 12:47 വരെയാണ്. പൂജ ചെയ്യുവാൻ ഉത്തമമായ സമയം ഏകദേശം 43 മിനിറ്റ് ഉണ്ട്. ഈ ഒരു സമയത്ത് വളരെ ലളിതമായി നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന വിധം പൂജ ചെയ്യാവുന്നതാണ്. വ്രതം അനുഷ്ഠിക്കുന്നവർ ജന്മാഷ്ടമിയുടെ തലേ ദിവസം തന്നെ വീടും പരിസരവും വൃത്തിയാക്കി പൂജാമുറിയും തുടച്ച് വൃത്തിയാക്കുക. ജന്മാഷ്ടമി ദിവസം സൂര്യോദയത്തിന് മുൻപ് തന്നെ ഉണർന്ന് കുളിച്ച് ശുദ്ധിയായി ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ ഒരു നെയ്ദീപം കൊളുത്തി വെക്കുക. തുളസിമാല ചാർത്തുവാൻ സാധിക്കുന്നവർക്ക് ഭഗവാന്റെ ഫോട്ടോയിൽ അല്ലെങ്കിൽ വിഗ്രഹത്തിൽ തുളസിമാല ചാർത്താവുന്നതാണ്. ഇനി വീട്ടിൽ കൃഷ്ണ വിഗ്രഹമോ അല്ലെങ്കിൽ ലഡ്ഡു ഗോപാലോ ഉള്ളവരാണെങ്കിൽ ഭഗവാന്റെ വിഗ്രഹത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് അഭിഷേകം ചെയ്യാവുന്നതാണ്. പാൽ, തൈര്, നെയ്യ്, തേന്, ഗംഗാജലം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവ ഉപയോഗിക്കാം. അഭിഷേകത്തിന് ശേഷം വിഗ്രഹത്തിന് മഞ്ഞ വസ്ത്രങ്ങൾ അണിയിച്ച് മഞ്ഞ പൂമാലകൾ ചാർത്തി അല്ലെങ്കിൽ മഞ്ഞ പൂക്കളാൽ ഭഗവാനെ അലങ്കരിക്കാവുന്നതാണ്. വ്രതം അനുഷ്ഠിക്കുന്നവർ വ്രതം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പൂജാമുറിയിൽ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ വിളക്ക് കൊളുത്തി ആദ്യം വ്രതസങ്കല്പം ചെയ്യുക. ഇനി എങ്ങനെയാണ് വ്രതസങ്കല്പം ചെയ്യേണ്ടതെന്നാൽ നിങ്ങളുടെ വലത് ഉള്ളം കൈയിൽ കുറച്ച് വെള്ളം, പൂവ് അല്ലെങ്കിൽ തുളസിയില,
അതിനോടൊപ്പം അക്ഷതയും വെച്ച് ഇനി പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് സങ്കല്പം എടുക്കാവുന്നതാണ്. ഞാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും രാധാറാണിയുടെയും അനുഗ്രഹത്തോടുകൂടി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഐശ്വര്യത്തിനായി ഈ ജന്മാഷ്ടമി വ്രതം അനുഷ്ഠിക്കുന്നു. ഇങ്ങനെയാണ് സങ്കല്പം എടുക്കേണ്ടത്. ജന്മാഷ്ടമി വ്രതത്തിനു മാത്രമല്ല, നിങ്ങൾ ഏതൊരു വ്രതം അനുഷ്ഠിക്കുമ്പോഴും ആ ദേവനെയോ അല്ലെങ്കിൽ ദേവിയെയോ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രീതിയിൽ സങ്കല്പം എടുത്തുകൊണ്ട് വ്രതം അനുഷ്ഠിച്ചാൽ പൂർണ്ണ ഫലവും ലഭിക്കുന്നതാണ്. വ്രതം അനുഷ്ഠിക്കുന്നവരും വ്രതമെടുക്കുവാൻ സാധിക്കാത്തവരും ഈ ഒരു ദിവസം, അതായത് ജന്മാഷ്ടമി ദിവസം, നമ്മൾ ഭഗവാന് വേണ്ടി മാറ്റിവെക്കുക. അതായത് നമ്മുടെ ആ ഒരു ദിവസം ഭഗവാന് വേണ്ടി സമർപ്പിക്കുക. നിങ്ങൾക്കറിയാവുന്ന കീർത്തനങ്ങളോ മന്ത്രങ്ങളോ ചൊല്ലാവുന്നതാണ്. കൂടാതെ ഭാഗവതമോ അല്ലെങ്കിൽ ഭഗവത്ഗീതയോ പാരായണം ചെയ്ത് ഈ ദിവസം നിങ്ങൾക്ക് ചെലവഴിക്കാവുന്നതാണ്. ഇനി രാത്രിയിൽ വരുന്ന ആ പൂജ, ഇനി രാത്രിയിലെ പൂജാ സമയം, ആ ഒരു ശുഭമുഹൂർത്തത്തിൽ ബാലഗോപാലിനെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ വിഗ്രഹം നല്ലതുപോലെ നിങ്ങൾക്ക് അലങ്കരിക്കാവുന്നതാണ്. ആഭരണങ്ങൾ, മയിൽപീലി, കിരീടം, ഓടക്കുഴൽ, കമ്മൽ, പാദസരം, മാല എന്നിവയൊക്കെ നിങ്ങൾക്ക് ധരിപ്പിക്കുവാൻ സാധിച്ചാൽ അങ്ങനെയൊക്കെ ഭഗവാനെ അലങ്കരിക്കുക. ഇനി ഇതൊന്നും ചെയ്യുവാൻ സാധിച്ചില്ലെങ്കിൽ ഭഗവാന്റെ ഫോട്ടോയിൽ അല്ലെങ്കിൽ വിഗ്രഹത്തിൽ ഒരു തുളസിമാല മാത്രം ചാർത്തിയാലും മതിയാകും. പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ്. പാലും പാലുൽപ്പന്നങ്ങളും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളും മധുര പലഹാരങ്ങളും നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ്. ഇനി ഇത്രയും വസ്തുക്കൾ ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കുവാൻ എനിക്ക് സാധിക്കില്ല, അങ്ങനെ പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരു 50 ഗ്രാം വെണ്ണ വാങ്ങി അതിൽ ഒരു തുളസി ഇലയും ഇട്ട് ഭഗവാന് മുൻപാകെ നിവേദ്യമായി സമർപ്പിക്കുക. ധൂപ ദീപ ആരതി കാട്ടി ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിക്കാവുന്നതാണ്. കൂടാതെ ഹരേ കൃഷ്ണ മഹാമന്ത്രവും ചൊല്ലാവുന്നതാണ്. മന്ത്രജപത്തിന് ശേഷം കർപ്പൂര ആരതി കാട്ടി ആ പൂജ ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കാവുന്നതാണ്. പൂജയ്ക്ക് ശേഷം ഭഗവാന് നിവേദ്യമായി വെച്ചതെല്ലാം എല്ലാവർക്കും പ്രസാദമായി നൽകുക. ജന്മാഷ്ടമിക്ക് വ്രതം അനുഷ്ഠിക്കുന്നവർ അർദ്ധരാത്രി വരെ വ്രതം എടുക്കേണ്ടതാണ്. അതിനുശേഷം മാത്രമേ വ്രതം അവസാനിപ്പിക്കുവാൻ പാടുള്ളൂ. പാലോ പഴവർഗ്ഗങ്ങൾ കഴിച്ചുകൊണ്ടോ വ്രതം എടുക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ പൂർണ്ണ ഉപവാസമായിട്ടും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. തുളസി തീർത്ഥം മാത്രം സേവിച്ച് വ്രതം എടുക്കാവുന്നതാണ്. ഏത് രീതിയിൽ വ്രതം എടുത്താലും അവരവരുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് നിങ്ങൾക്ക് വ്രതം എടുക്കാവുന്നതാണ്. ഇനി ജന്മാഷ്ടമി ദിവസം ചെയ്യുവാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഈ ദിവസം മത്സ്യം, മാംസം, മദ്യം, ഉള്ളി, വെളുത്തുള്ളി തുടങ്ങിയ താമസിക ഭക്ഷണങ്ങൾ ഒരു കാരണവശാലും കഴിക്കുവാൻ പാടില്ല. രാഹു കേതുവിൻ്റെ ഉത്ഭവവുമായി ബന്ധമുള്ളതുകൊണ്ട് തന്നെ ഈ ദിവസം ഉള്ളിയും വെളുത്തുള്ളിയും പൂർണ്ണമായും ഒഴിവാക്കുക. അതുപോലെ തന്നെ ജന്മാഷ്ടമി ദിവസം നുണ പറയുക, ദേഷ്യപ്പെടുക, വെറുപ്പ് വെച്ചു പുലർത്തുക എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുക. അതുപോലെ തന്നെ ആരെയും, പ്രത്യേകിച്ച് പാവപ്പെട്ടവരെയും ബഹുമാനിക്കാതെ ഒരു കാരണവശാലും സംസാരിക്കരുത്. ശ്രീകൃഷ്ണ ഭഗവാന് പശുക്കളോട് അങ്ങേയറ്റം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസം പശുക്കളെ ഉപദ്രവിക്കുവാൻ പാടില്ല. വ്രതം അനുഷ്ഠിക്കുന്നവർ നിർബന്ധമായും ബ്രഹ്മചര്യം പാലിക്കേണ്ടതാണ്. അതുപോലെ വീട്ടിലും പൂജാമുറിയിലും നിങ്ങളുടെ മനസ്സിലും പവിത്രത നിലനിർത്തേണ്ടതാണ്. വ്രതം അനുഷ്ഠിക്കുന്നവർ രാത്രി 12 മണിക്ക് മുൻപ് ഒരു കാരണവശാലും വ്രതം മുറിക്കരുത്. അങ്ങനെ ചെയ്താൽ ആ വ്രതം അപൂർണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത്രയുമാണ് ജന്മാഷ്ടമി ദിവസം അറിയാതെ പോലും ചെയ്യുവാൻ പാടില്ലാത്ത തെറ്റുകൾ. ഇനി ജീവിതത്തിലും കുടുംബത്തിലും ഐശ്വര്യം വർദ്ധിക്കുന്നതിന് ജന്മാഷ്ടമി ദിവസം നമ്മുടെ വീട്ടിലേക്ക് വാങ്ങി കൊണ്ടുവരേണ്ട വസ്തുക്കൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ജന്മാഷ്ടമി ദിവസം കുറച്ച് വെണ്ണ വാങ്ങി അതിൽ തുളസി ഇല ചേർത്ത് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. ഇനി രണ്ടാമതായി വെള്ളിയുടെയോ അല്ലെങ്കിൽ തടിയുടെയോ ഓടക്കുഴൽ വാങ്ങി പൂജയ്ക്ക് ശേഷം അത് നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ അലമാരയിലോ സൂക്ഷിക്കാവുന്നതാണ്. അലമാര എന്ന് പറയുമ്പോൾ പണം വെക്കുന്നിടത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടുന്നതാണ്. അടുത്തതായി പശുവിൻ്റെയും പശുക്കിടാവിൻ്റെയും ചിത്രം അല്ലെങ്കിൽ ചെറിയ വിഗ്രഹം വാങ്ങി അത് നിങ്ങളുടെ പൂജാമുറിയിലെ ഈശാന മൂലയിൽ വെക്കാവുന്നതാണ്. ഇതിലൂടെ സന്തോഷവും സമൃദ്ധിയും വീട്ടിൽ നിറയുന്നതാണ്. ഇനി ലഡ്ഡുഗോപാലിനു വേണ്ടി ജന്മാഷ്ടമി ദിവസം ചെറിയ ഊഞ്ഞാൽ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരുന്നതിലൂടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും എക്കാലവും നിലനിൽക്കുന്നതാണ്. അടുത്തതായി ജന്മാഷ്ടമി ദിവസം തൈരും വെണ്ണയും ഭഗവാന് സമർപ്പിച്ചാൽ അതിലൂടെ ആരോഗ്യവും ഭാഗ്യവും വർദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ദിവസം മയിൽപീലി വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവന്ന് അത് പൂജാമുറിയിൽ വെക്കുക.
ഇതിലൂടെ വീട്ടിലെ നെഗറ്റീവ് എനർജി പൂർണ്ണമായും ഇല്ലാതാകുന്നതാണ്. അതുപോലെ തന്നെ ജന്മാഷ്ടമി ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം വാങ്ങി അത് ഭഗവാന് സമർപ്പിച്ച് നോക്കൂ. ഉറപ്പായും വീട്ടിൽ സന്തോഷവും സമൃദ്ധിയും നിറയുന്നതാണ്. ഇത്തവണ ജന്മാഷ്ടമി ശനിയാഴ്ച വരുന്നതുകൊണ്ട് തന്നെ അടുത്തുള്ള ക്ഷേത്രത്തിലെ ആൽമര ചുവട്ടിൽ ഒരു ദീപം കൊളുത്തിവെക്കുന്നതിലൂടെ ദൗർഭാഗ്യങ്ങൾ പോലും സൗഭാഗ്യമായി മാറുന്നതാണ്. ജന്മാഷ്ടമി ദിവസം വിധിപ്രകാരം ഭഗവാനെ പ്രാർത്ഥിച്ച് പൂജ ചെയ്യുന്നതിലൂടെ രാധാറാണിയുടെയും ഭഗവാന്റെയും പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുന്നതാണ്. ഇനി ഒരുപാട് വിപുലമായി ഭഗവാനെ സേവിക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ പൂജ ചെയ്യുവാൻ സാധിച്ചില്ല എന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ ഫോട്ടോയിൽ ഒരു തുളസിമാല ചാർത്തി സാധിക്കുമെങ്കിൽ ഒരു നെയ്ദീപം കൊളുത്തിവെക്കുക, അല്ലെങ്കിൽ നല്ലെണ്ണ ദീപം കൊളുത്താവുന്നതാണ്. അതിനുശേഷം കുറച്ച് വെണ്ണയിൽ തുളസിയിലിട്ട് അത് ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കുക. പിന്നീട് ധൂപദീപ ആരതി നൽകുക. ഇനി അതിശക്തിയാർന്ന ഭഗവാന്റെ 12 നാമങ്ങൾ 3 തവണ ചൊല്ലാവുന്നതാണ്. ഹരി, കേശവ, പത്മനാഭൻ, വാമനൻ, വേദഗർഭ, മധുസൂദനൻ, വാസുദേവൻ, വരാഹ, പുണ്ടരീകാക്ഷ, ജനാർദ്ദന, കൃഷ്ണ, ശ്രീധര. ഇതാണ് അതിശക്തിയാർന്ന ഭഗവാന്റെ 12 ദിവ്യനാമങ്ങൾ. ഇനി മനസ്സിൽ ഒരാഗ്രഹം സങ്കല്പിച്ചുകൊണ്ട് ഈ 12 നാമങ്ങൾ ഭക്തിയോടുകൂടി 3 തവണ ചൊല്ലി പ്രാർത്ഥിച്ചാൽ ഉറപ്പായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചിരിക്കും. ഇനി പൂജ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ചിലപ്പോൾ ആ ഒരു സമയത്ത്, അതായത് രാത്രി 12-ന് ശേഷം പൂജ ചെയ്യുവാൻ സാധിച്ചെന്ന് വരില്ല. അങ്ങനെയുള്ളവർ ഓഗസ്റ്റ് 16-ാം തീയതി ദിവസം മുഴുവനും അഷ്ടമി തിഥി ഉള്ളതുകൊണ്ട് തന്നെ രാവിലെയോ അല്ലെങ്കിൽ സന്ധ്യാസമയത്തോ പൂജ ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞ വളരെ ലളിതമായ രീതിയിൽ ജന്മാഷ്ടമി ദിവസം നിങ്ങൾ ആചരിച്ചാൽ ഉറപ്പായും അതിലൂടെ ജീവിതത്തിൽ സകലവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുകയും അതിനോടൊപ്പം ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുന്നതുമാണ്. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.